ഇപ്പോഴത്തെ പാരന്റ്സിൽ നിന്ന് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ഇതിനെ വളർത്തുന്നതിന് ഭേദം വല്ല പട്ടിക്കുട്ടിനെ വാങ്ങിച്ച് വളർത്തിക്കണ്ട, അതിന് കുറച്ച് എന്തെങ്കിലും ഗുണം എനിക്ക് കിട്ടിയായിരുന്നു. അല്ലെങ്കിൽ വേറൊരു ഡയലോഗാണ്, ഒന്നിനെ തന്നെ വളർത്താൻ വയ്യ എന്നിട്ടല്ലേ രണ്ടാമത്. ഈ കുട്ടികളില്ലാത്തവരോട് ചോദിച്ചാൽ മനസ്സിലാവും ആ കുട്ടികളില്ലാത്തതിന്റെ ഒരു പെയിനെ. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താ വെച്ചാൽ പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് പാരന്റിങ്? ഇത് മൊത്തം ഞാനും നിങ്ങളൊക്കെ കേൾക്കുന്ന ഒരു വേർഡ് ആണെങ്കിലും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ ഈ പാരന്റിങ്ങിനൊക്കെ പോയിട്ടാണോ നിങ്ങളെ വളർത്തിയെന്നുള്ളത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ജനറേഷൻ മാറിയിട്ടുണ്ട്. നിങ്ങളെ വല്ല ബെൽറ്റ് കൊണ്ടും മട്ടൽ കൊണ്ടും അടിച്ചെന്ന് വെച്ചിട്ട് ഇന്നത്തെ കുട്ടികൾ അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ കേസ് നിങ്ങൾക്കാണേ. It is very important to ensure that your parenting style supports healthy growth and development, cause the way you interact with your child and the way how you discipline them will influence them for the rest of their lives. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 4 തരത്തിലുള്ള പാരന്റിങ് സ്റ്റൈൽസ് ആണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, വർഷങ്ങൾക്ക് മുമ്പ് റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചതാണ്. അതിൽ ഒന്നാമത്തേതാണ് അതോറിറ്റേറിയൻ പാരന്റ്. എന്താണ് ഈ അതോറിറ്റേറിയൻ പാരന്റിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നറിയോ? അവർ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഈ സ്ട്രിക്ട്നെസ് എന്ന് പറയുമ്പോൾ ഒരു മിലിറ്ററി റൂൾ പോലെ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ പാരന്റ്സ് പറയുന്നതിൽ എതിരായിട്ട് എന്തെങ്കിലും ഒരു കുട്ടി ചെയ്തു കഴിഞ്ഞാൽ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പനിഷ്മെന്റ് ഉണ്ടാവും. ഒരു കുട്ടിക്ക് ആ കുട്ടി എന്തിനാണ് ആ കുട്ടിനോട് അത് ചെയ്യരുതെന്ന് പറയുന്നത് എന്ന് ആ കുട്ടിക്ക് അറിവുണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ പാരന്റ്സ് ഡോമിനേറ്റിംഗ് ആയിരിക്കും. കുട്ടികളുടെ ഇഷ്ടങ്ങൾ അവർ അറിയുന്നുമില്ല. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഡ്രീംസിനനുസരിച്ച് അവർ മൂവ് ചെയ്യാനും വിടുന്നില്ല. അപ്പം ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ ഒരു പ്രയാസം വന്നാലോ പാരന്റ്സ് ആയിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അവർക്ക് ആ ഒരു പാരന്റ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഫീലിംഗ് വരും. കുറച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല, ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. രണ്ടാമത്തെ പാരന്റിങ് സ്റ്റൈലാണ് പെർമിസീവ് പാരന്റിങ്. ഇവിടെ അതോറിറ്റേറിയന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പാരന്റ്സ് സ്ട്രിക്റ്റ് ആയിരിക്കില്ല. അവർ കൂടുതലും മക്കളായിട്ട് ഒരു ഫ്രണ്ട്ലി ബിഹേവിയർ ആയിരിക്കും. മക്കളും പാരന്റും തമ്മിൽ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിരിക്കും അവർ തമ്മിലുള്ള ഒരു ബോണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ മക്കൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുമ്പോൾ അത് നടത്തി കൊടുക്കാം. ഇനി അഥവാ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് മര്യാദയ്ക്ക് അത് ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ അത് ഫോളോ ചെയ്യാണ്ടിരിക്കുക. ഇതൊക്കെ ആയിരിക്കും ഇവർ, അതായത് കൂടുതൽ ലീനിയന്റ് ആയിരിക്കും മക്കളായിട്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഒരു കാര്യം നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റാത്ത, അതായത് നോ പറയാണ്ട് നിൽക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി പറയാണ് എനിക്ക് ചോക്ലേറ്റ് വേണം. അപ്പം ചോക്ലേറ്റ് ഡെയിലി കഴിക്കുന്നത് ഒരു ബാഡ് ഹാബിറ്റാന്ന് അറിഞ്ഞിട്ടാണെങ്കിലും ഇന്നും കൂടി എന്ന് പറയുമ്പോൾ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് ആ പാരന്റ് വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടി സെൽഫിഷ് ആവുകയും അവരെ വോൺസ്, അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പം അവർക്ക് കിട്ടണം എന്നുള്ള ഒരു ഹാബിറ്റ് അവർക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പാരന്റിങ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നെഗ്ലെക്ട്ഫുൾ. അതായത് അവരവരെ വഴിക്ക് പോട്ടെ, മക്കളല്ലേ അവരവരെ വഴി ചൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവരൊരു കാര്യത്തിലും ഇടപെടാണ്ടിരിക്കുക എന്നുള്ളതാണ് നെഗ്ലെക്ട്ഫുൾ പാരന്റ്. ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് കെയർ ആൻഡ് സപ്പോർട്ട് കിട്ടേണ്ടടുത്ത് പാരന്റ്സ് തന്നെയാണ്. അവരുടെ പ്രൈമറി സപ്പോർട്ട് എന്ന് പറയുന്നത് പാരന്റ്സ് എന്നാണ്. അപ്പൊ ആ പാരന്റ്സ് നെഗ്ലെക്ട്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ കുട്ടിന്റെ വഴി പിന്നെ ഒരിക്കലും ശരിയാവണമെന്നില്ല. ഇങ്ങനത്തെ കുട്ടികളാണ് കൂടുതലും ഈ ഡ്രഗ് അബ്യൂസും സബ്സ്റ്റൻസ് യൂസും അതുപോലെ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. ഇതും ഞങ്ങൾക്ക് പറഞ്ഞ ഒരു പാരന്റിങ് അല്ല. അപ്പം ഇത് മൂന്നും ഒരു നല്ല പാരന്റിങ് സ്റ്റൈൽ അല്ല. പിന്നെ ഏതാണ് ഈ നല്ല പാരന്റിങ് സ്റ്റൈൽ? ഗോൾഡൻ സ്റ്റൈൽ ഓഫ് പാരന്റിങ് എന്നറിയപ്പെടുന്നത് അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ്. എന്താണ് ഈ അതോറിറ്റേറ്റീവ് പാരന്റിങ്? അപ്പൊ ഈ അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് വെച്ചാൽ പാരന്റ്സ് വിൽ ഫൈൻഡ് ടൈം ടു സ്പെൻഡ് വിത്ത് ദെയർ ചിൽഡ്രൻ. എന്താണ്, മക്കളായിട്ട് സമയം കണ്ടെത്തും. അവർക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. എല്ലാ പാരന്റ്സും പറയാണ് മക്കള് ഫോൺ ഇങ്ങനെ ഉപയോഗിക്കാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ മക്കള് ഫോണിലേക്ക് പോകുന്നത്? ആ ഒരു പ്രായത്തിൽ, അതായത് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവരൊരു ഗ്രോയിങ് പീരീഡിൽ 2 years 3 years 4 years വരെ കുട്ടികളുടെ കയ്യിൽ ഇപ്പം ഫോൺ അഡിക്ഷൻ വരാണ്. കുട്ടികൾക്ക് അപ്പം ഫോൺ വേണം. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ പാരന്റ്സ് ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ദെയർ ടൈം. അവർ ബിസിയാണ്, അവരെ ഫോണിൽ ബിസിയാണ്. പക്ഷേ ഈ അതോറിറ്റേറ്റീവ് സ്റ്റൈൽ പ്രകാരം പാരന്റ്സ് ഹാവ് ടു സ്പെൻഡ് ദെയർ ടൈം വിത്ത് ദെയർ ചൈൽഡ്. ഒരു ഇത്ര ടൈമെങ്കിലും ഒരു കുട്ടിനോട് സ്പെൻഡ് ചെയ്യണം. ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇവിടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട്. മോനെ ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യാണ്ട് നിൽക്കുന്നത്, അതിന്റെ സൈഡ് എഫക്റ്റ് എന്താണ്, അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ, അത് കറക്റ്റായിട്ട് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. ഒരു കാര്യങ്ങൾ ഒരു ഫയറിൽ കൈ വെക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് വെക്കരുതെന്ന് പറയുന്നത് വെച്ചാൽ അത് കൈ പൊള്ളുന്നത് കൊണ്ടാണ്.
കൈ വേണാവും, പൊള്ളും, വേദനിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി പോയി അത് ചെയ്യില്ല. അതുപോലെ സിമിലറായിട്ട് എല്ലാ കാര്യത്തിലും നോ പറയുന്നിടത്ത് എന്തിനാണ് നോ പറയുന്നത് എന്നുള്ളത് ക്ലിയർ ആക്കാൻ നല്ലതാണ്. അപ്പം ഇവിടെ എന്താന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് രീതിയിൽ ഡിസിപ്ലിൻ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഒരു കുട്ടി നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ആ പാരന്റ് മടി കൂടാണ്ട് പറയാൻ കഴിയണം, ഐ എം സോ പ്രൗഡ് ഓഫ് യു, അല്ലെങ്കിൽ യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. ആ കുട്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിന് ആ കുട്ടിക്ക് പ്രൈസസ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു എക്സാമിന് നല്ല മാർക്ക് വാങ്ങി കൊടുക്കുമ്പോൾ ഒരു ചെറിയ രീതിക്കുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ഇതൊക്കെ എന്താണ്, ഈ റിവാർഡിങ്ങും ഈ പ്രൈസസ് ഒക്കെ കുട്ടീനെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ കുട്ടിക്ക് മോട്ടിവേഷൻ ആവുന്നുള്ളതാണ്. അതുപോലെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവരെ സിവിയർലി പണിഷ് ചെയ്യുന്നതിന് പകരം അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുമൂലം എന്താണ്, അവർക്ക് ആ ചെയ്ത തെറ്റ് അതിൽ നിന്ന് അതൊരു ലേണിംഗ് മിസ്റ്റേക്കാണ്, അവരുടെ ലൈഫിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ്, അതിൽ നിന്ന് പഠിക്കണം എന്നുള്ള ഒരു തോട്ട് അവർക്ക് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരു മക്കളെ വളർത്താണെങ്കിൽ ഇത്രയും പോസിറ്റീവായിട്ട് കൂടെ നിർത്തി അവർക്ക് കൊടുക്കേണ്ട നഴ്സറിങ് കൊടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മിലിറ്ററി റൂൾ സെറ്റപ്പ് ചെയ്യാണ്ട് അതുപോലെ തന്നെ ഓവർ ഫ്രീഡം കൊടുക്കാണ്ട് വെക്കേണ്ട ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ബെറ്റർ ചിൽഡ്രൻ ടുമോറോ. ഈ ചിൽഡ്രൻ നാളെ അവർ കോൺഫിഡൻ്റ് ആയിരിക്കും, അവർക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയും. Moreover, they will love you so much. So this parenting will promote a better relationship between a parent and a child. നാളെ നിങ്ങളെ കൂടെ നിങ്ങൾ മക്കൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. You parents are the foundation of your children's future. So I hope you all can be a better parents. Thank you.